ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ആമ്പൽ പറിക്കാൻ പോവാണ് ഗൈസ്. ആമ്പൽ പറിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ തുമ്പീരെ ഗോഡൗണിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാണ് അവരെ വണ്ടി ഹെവൻ. അപ്പൊ നമ്മൾ ആമ്പൽ പറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് ആമ്പൽ ഉള്ളത്. പക്ഷെ ഇവിടെ പറിക്കും പറഞ്ഞു ഗൈസ്. നല്ല ആഴം ഉണ്ടോന്ന് തോന്നുന്നു, നോക്കാം. നമ്മുടെ വഴി ഓഫ് റോഡാണ് ഗൈസ്. ഇവിടെ ഫുള്ള് പോത്തപ്പള്ളി. ഗൈസ്, നമ്മൾ അമ്പലക്കുളത്തിലെത്തി. ഇത് അടിപൊളി സ്ഥലമാണ് ഗൈസ്. നാട്ടുംപുറമാണ്, സൂപ്പർ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ അമ്പലക്കുളം. കണ്ട എവിടെ? ഇത് ചെറുതല്ലടാ. ഇറങ്ങണോടാ, ഇറങ്ങി പിച്ചിട്ടാരുള്ളൂ. വലിച്ചാ പൊട്ടിപ്പോത്. പൊട്ടിയൊരു അടി കോൺക്രീറ്റ് പൊട്ടി. കുഴപ്പമില്ല. തുമ്പി കിടന്നാണ് പറിക്കുന്നത്. അടിയിൽ കോൺക്രീറ്റ് പിടിക്കത്തില്ലല്ലോ. തുമ്പി ഒരാമ്പലും പറിച്ചു കഴിഞ്ഞു അതിസാഹസികമായി. ആ തണ്ടൊടിഞ്ഞാലും കുഴപ്പമില്ല, കിളിക്കുന്നത്. തണ്ടൊടിഞ്ഞു പോയോ? അല്ല, അതല്ല, അതിന്റെ നിലയില്ല. ഒടിഞ്ഞാലും കുഴപ്പമില്ല, കിളിക്കുക. വേരുണ്ട്. അടുത്ത മതി. കുറച്ച് ചെളിയും ചാണകപ്പൊടി വെച്ചെടുത്ത കിട്ടിയ ഇല്ല, വേരോടെ കിട്ടി. ചാണാനും മറ്റേ ചെളിയില്ലേ, ചെളി മിക്സ് ചെയ്ത് വെച്ചാൽ. ഇതാ. അപ്പൊ ഇത് കണ്ടേ, ഇത് ഇരിക്കട്ടെ. രണ്ടും കൊണ്ടുപോവാ. രണ്ടെണ്ണം മതി. നമ്മൾ ചെറിയ ഇത്രയുള്ളതാണ്. തന്നെ ചെറിയ കുളമാണ്. ഇവിടെ പോത്തുണ്ട്. എടുക്കട്ടെ ഇത്. അയ്യോ സൂപ്പർ സ്ഥലമാണ് ഗൈസ്. ഇതാണ് അമ്പലക്കുളം. പക്ഷെ നമ്മൾ പറിച്ചത് ഈ ചാലിന്നാണ് ഗൈസ്. ഇവിടെ നല്ല ആഴമുള്ളത് കൊണ്ട് നമ്മളിവിടെ നിന്ന് പറിച്ചു. റീലെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പറിച്ച് സെറ്റാക്കി കഴിഞ്ഞു. ഇനി ആ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് നേരെ പോവുകയാണ്. കൊണ്ടുപോയി നമ്മുടെ കുളത്തിലിടും. ഒരെണ്ണത്തിന് ചെറിയ മുട്ടൊക്കെ വന്നതാണ് ഗൈസ്. കാണിച്ചു തരാം. കണ്ടില്ലേ, മുട്ട വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളി സ്ഥലമാണ് ഗൈസ്. അവരവിടെ എന്ത് സംസാരിക്കുന്നു. ഞാനിവിടെ പോത്തുമായിട്ട് കളിക്കുകയാണ്. പേടിക്കണ്ട, എനിക്ക് പേടിയില്ല ഗൈസ്. നമ്മൾ ഈ വഴി കൂടെയാണ് ആമ്പൽ പറിക്കാൻ പോകുന്നത്. നല്ല സൂപ്പർ സ്ഥലമാണ്. 3 പേര് വെച്ചൊക്കെയാണ് ഞാൻ ഈ വഴി കൂടെ ഓടിക്കുന്നത് അതിസാഹസികമായിട്ട്. ഇത് എന്നെ കൊണ്ട് മാത്രമേ ഈ വഴി കൂടെ ഇങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഒരാള് വരുവാണ്. എന്താവും നോക്കാം. ആളവിടെ നിർത്തി. ഇവിടെ നമ്മൾ കയറി പോവും. താങ്ക് യു മാമ. അവിടെ നേരെ അച്ഛനെ നേരത്തെ ഇങ്ങോട്ടാ. ഈ ലെഫ്റ്റാ ഗൈസ്. എസ് ആണ് ഗൈസ്. സൂപ്പർ സ്ഥലമാണ് ഗൈസ്. 8 എടുക്കാനൊക്കെ, ലൈസൻസ് എടുക്കാനൊക്കെ പോകണവർ ഈ വഴി ഒരു തവണ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 8 എടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം അതുപോലത്തെ ഒരു സ്ഥലമാണിത്. സ്കൂളാണ്, അപ്പുറത്തെ സ്കൂളാണ്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞു. ലെഫ്റ്റ് അല്ലേ? അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. സൂപ്പർ സ്ഥലം ഗൈസ്. അങ്ങനെ നമ്മുടെ കുളത്തിലിടാൻ ആമ്പൽ
റെഡിയാണ്. ഇതായിരിക്കും ആമ്പൽ. ഉറുമ്പ് പിടിച്ച് അത് കുറച്ച് കാലം വിട്ടിട്ട് ചെടി എടുത്ത് വെച്ചിട്ട് നമുക്കേ കുറച്ച് മണ്ണും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിന് മൊത്തം വേരുണ്ട്. അത് വേരുടെ കുഴപ്പമില്ല, സീനില്ല. ആ വേരൊന്നും പിടിക്കാനൊന്നും മുകളിൽ തന്നെ. ആമ്പൽ നടാൻ പോവുകയാണ്. ചട്ടിയിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ചട്ടിയിൽ കുറച്ച് ചെളി വാരി സെറ്റാക്കിയിട്ട് ഇതിൽ നട്ട് നമ്മൾ അതിൽ ടാങ്കിൽ വയ്ക്കും ഇല്ലേ, അങ്ങനെ ചെയ്യാൻ പോകുന്നത്. മതിയാ ചെടി ഒരു കറക്ക് ലെവലാക്കണം ഫുള്ള്. ആ തണ്ട് ഒത്തരം മുകളിൽ വരണം. അമ്മാതിരി ചെടിയാക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളം കലങ്ങി നശിച്ച് മറിയും, പിന്നെ അങ്ങ് ശരിയാവും തന്നെ. ഇപ്പൊ ഫുള്ള് കലങ്ങും, ഈ ചെളി മൊത്തം അതിനകത്ത്. മീൻ ചാവും തോന്നുന്നു. അങ്ങനെ ചാവത്തില്ല. എന്ത് കളി പറയുന്നത്? തൂക്ക് തിന്നാൻ പറ്റും. ചുറ്റുവാ കളിയാ. ഇതിനെ പൊക്കിങ്ങനെ നോക്കിയിട്ട് ഫുള്ള് കറക്ക് ലെവലിനാണ് കളി. ഇതൂടെ നടാളിയാ. ആമ്പലും പട്ടു മീനും ചത്തോളം അവസ്ഥ. ഇതൂടെ നട്ടു കളിയാ. മീനൊന്നും മരിക്കൂലടാ. അങ്ങനെ ചെളിയൊന്നും മീൻ മരിക്കത്തില്ല. ഇതൊക്കെ അല്ല, ഇതാണ് എന്താണ് ഭൂമിയെ ഉണ്ടാക്കുന്നില്ല, നമ്മളുണ്ടാക്കുന്നില്ല. നമ്മളുണ്ടാകുമ്പോഴാണ്. ഓ മീനും നാച്ചുറലാണ്, നമ്മളുണ്ടാക്കിയല്ലേ. അതിനകത്ത് 5-6 കോഴിക്കാർപ്പുണ്ട്, ഒരെണ്ണം മരിച്ചുപോയി. ചാടിപ്പോയതാ. ആടിയതാണത്. നമ്മളെ വീട്ടിൽ സംഭവം ഉണ്ട് ഇതിനകത്ത്. മനുഷ്യനായിട്ട് ക്രോസ് ബ്രീഡ് ഉണ്ടാകുന്ന ഇതൊക്കെ ഫൈറ്ററൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ക്രോസ് ബ്രീഡ് മനുഷ്യനുണ്ടാക്കിയത്. നീ പറഞ്ഞ ഡയലോഗ് തോന്നുന്നു. മനുഷ്യനായിട്ട് അങ്ങനെ നമ്മൾ ആമ്പല് വെള്ളത്തിൽ വെക്കാൻ പോകും. ആമ്പൽ എന്തെങ്കിലും നോക്കാം. സെൻട്രലോട്ട് ഇറക്കി താഴെ ഇറങ്ങണ്ട്. താഴെ സീറ്റിംഗ് അപ്പൊ ബക്കറ്റ് ഇരുന്ന അവസ്ഥ എല്ലാവർക്കും ഇപ്പൊ ഓട്ടോമാറ്റിക് കാര്യമാവും. ഈ ഇലൊക്കെ പോയി ഇതിലേക്ക് പോകൂടാ, ഇലെല്ലാം പോകും. ഇവിടെ വേറെ മുട്ട ഉണ്ടായിരുന്നല്ലോ. ആ കപ്പല് മുങ്ങിക്കോട്ടെ. എല്ലാം തോന്നുന്നു. മീൻ കൊത്തുന്നുണ്ടോ? വേറെ അത് ഗൈസ്. അപ്പൊ നമ്മള് കുളത്തില് ആമ്പലിട്ട് കഴിഞ്ഞപ്പോ നമുക്കൊരാഗ്രഹം അതിൽ കുറച്ച് മീനും കൂടെ മേടിച്ചതാണ്. ഓൾറെഡി അതിൽ മീനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് മീൻ മേടിക്കാനായിട്ട് പോവാണ്. എന്തോന്ന് മീനല്ലേ മേടിക്കണം നമ്മൾ? കോഴിക്കാർപ്പും എവിടെയാണ് പോകുന്നത്? കേരള അക്വേറിയം. അവിടെയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പം മീൻ മേടിക്കാൻ പോയിട്ട് കാണാം. ഗൈസ് ഗേറ്റ് അടച്ചു ഗൈസ്. വന്ദേ ഭാരതാണ്. നമ്മൾ കേരള അക്വേറിയത്തിലെത്തി. ഇവിടെ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം മീൻ എടുത്തത്. വീണ്ടും നമ്മൾ ഇവിടെ എത്തി കഴിഞ്ഞു. ചക്കറിന വേണ്ട കൊള്ളാം ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. വലിയ അക്വേറിയാണ്, മപ്പാണ് ഗൈസ്. ഗൈസ് നമ്മൾ മീൻ മേടിച്ചു കഴിഞ്ഞു. കേരള അക്വേറിയത്തിൽ നിന്ന് കുറച്ച് മീൻ മേടിച്ചു. സാരി കെട്ട് മേടിച്ചു, കാർപ്പ് മേടിച്ചു, സക്കര മേടിച്ചു, പിന്നെ വേറെ ഏതോ ഒരു മീനും കൂടെ മേടിച്ചു. നമ്മൾ പോവാണ്. എങ്ങനെയുണ്ട് മീൻ? കൊള്ളാം, സൂപ്പർ. അപ്പോൾ നമ്മളിതുകൊണ്ട് നമ്മുടെ കുളത്തിലിടാൻ പോവാണ്. ഏതാ? അപ്പൊ സാരി കപ്പി വേറെ ആയിട്ട് ഇടാമോ? സെപ്പറേറ്റ്? എനിക്ക് സാരി കപ്പി ഇഷ്ടമല്ല. നിനക്കോ? നിന്റെ അഭിപ്രായം? ഞാൻ സാരി കപ്പി പടത്തില്ല. ഓ ഒരുമിച്ചിടാ. മീനിട്ട് കഴിഞ്ഞ നമ്മളെ കുളത്തിന് ചുറ്റും നമ്മൾ ഈ ചെറിയ ചെറിയ ചട്ടി വെച്ചിട്ട് ചെടി നടാൻ പോവാണ്.
അവിടെ നിന്നാണ് മണ്ണെടുക്കുന്നത്. ചെടി നടാൻ പോകുന്നത് ഗൈസ്. ചെടി നടാൻ ആ മണ്ണ് നിറച്ച് കഴിഞ്ഞ് ചെടിയില്ലേ ഇങ്ങനെ ചുറ്റിനും ഇതേപോലെ സെറ്റാക്കും ഗൈസ്. മണ്ണ് നിറയ്ക്കാൻ ഗൈസ്. മീന് സെറ്റായി ഗൈസ്. സാമ്പലൊക്കെ ഇട്ട് സെറ്റപ്പ് നോക്കണേ.